ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 3-ാം തിരുവചനം. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. താൻ തിരഞ്ഞെടുത്ത 72 പേരെ അവരുടെ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും താൻ പോകാനിരുന്ന സ്ഥലങ്ങളിലേക്ക് അയക്കുമ്പോൾ യേശു അവരോട് പറയുന്ന ഒരു തിരുവചനം: നിങ്ങൾ പോകേണ്ടത് നിഷ്കളങ്കരായി, സേവന തൽപരരായി, മനസ്സിൻ്റെ വിശുദ്ധിയോടെ ആയിരിക്കണം. എന്നാൽ നിങ്ങൾ കാണുവാൻ പോകുന്ന, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പറയുവാൻ പോകുന്ന സ്ഥലങ്ങളിലെ എല്ലാവരും ഒരുപോലെ ഹൃദയ നിർമ്മലതയോ നിങ്ങളെ കേൾക്കുവാൻ തൽപരരോ ആയിരിക്കണം എന്നില്ല. പലരും അവരവരുടെ പ്രയോറിറ്റിക്കനുസരിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പറയുന്ന ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത, ഗുഡ് ന്യൂസ് കേൾക്കുവാൻ താല്പര്യം കാണിക്കണം എന്നില്ല. ഒരുപക്ഷെ താല്പര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ഉപദ്രവിക്കുവാൻ, നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ വരെ അങ്ങനെയുള്ളവരിൽ ചിലരെങ്കിലും മുതിർന്നേക്കാം. അങ്ങനെയുള്ള ആളുകൾ അന്നും ഇന്നും ഉള്ളതുകൊണ്ടായിരിക്കാം ക്രിസ്തുവിൻ്റെ സുഗന്ധം പരത്തുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഏതൊരു വ്യക്തിയുടെ കാതുകളിലും യേശു പറയുന്ന ഈ തിരുവചനം അന്നും ഇന്നും വലിയ പ്രാധാന്യമുള്ളത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക്, നിങ്ങളെ കടിച്ചു കീറുവാൻ വരെ മുതിരുന്ന ആളുകളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞാടിൻ്റെ സ്ഥാനം സ്വയം ധരിച്ചുകൊണ്ട് നിങ്ങൾ പോകുവിൻ. ഞാൻ അങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്ക് തന്ന് നിങ്ങളെ അയക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ഓരോരുത്തരോടും പറയുന്ന യേശു. നമുക്കറിയാം, സർവശക്തനായ ദൈവം യേശു, സ്വർഗീയ സൈന്യങ്ങളുടെ അധിപനായ ദൈവകുമാരൻ, ആ പ്രജാപതി ഒരു കുഞ്ഞാടിനെ പോലെ തന്നെ താഴ്ത്തി തൻ്റെ കുരിശിൻ്റെ വഴിയിൽ നടന്ന് മൂന്നാണിയിൽ ആ കുരിശിൽ 3 മണിക്കൂർ അതിവേദനയിൽ കിടന്ന് മരണത്തെ മുഖാമുഖം കാണുമ്പോഴും തൻ്റെ ശക്തിയുടെ ഒരംശമെങ്കിലും എടുത്തിരുന്നു എങ്കിൽ തന്നെ ക്രൂശിച്ച ജനത്തിൻ്റെ ഭസ്മം പോലും ഉണ്ടാകില്ല കാറ്റിൽ പറന്നു നടക്കുവാൻ. എങ്കിലും താൻ സ്വയം ഒരു കുഞ്ഞാടായി, തൻ്റെ ശരീരം ഒരു ബലിയായി, നാം ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി ഒരു നൈവേദ്യമായി ആ കുരിശിൽ തൻ്റെ സ്വന്തം ജീവൻ സമർപ്പിച്ച യേശു ഇന്ന് നാം ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുന്നു: ചെന്നായയുടെ ഹൃദയം പേറി തന്നെ ക്രൂശിക്ക എന്ന് അട്ടഹസിച്ച ജനവിഭാഗത്തിൻ്റെ പിൻഗാമികൾ ഇന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. അവരുടെ ഇടയിലേക്ക് ഒരു നല്ല മനുഷ്യനായി എൻ്റെ സ്നേഹം, എൻ്റെ ശുശ്രൂഷാ മനോഭാവം മറ്റുള്ളവർക്ക് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായി നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. അതിനായി ആഗ്രഹിക്കുന്ന, അതിനായി ആഹ്വാനം ചെയ്യുന്ന യേശുവിന് നമുക്ക് ചെവി കൊടുക്കാം. നല്ലൊരു ദിവസം നേരുന്നു.